നമസ്കാരം. അയം ബ്രഹ്മ യോഗയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിഥിലീകരണ വ്യായാമങ്ങളുടെ 4ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കാൽമുട്ടുകൾക്കുള്ള മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ കാൽപാദങ്ങളുടെ ആങ്കിൾ ജോയിൻസിനുള്ള മൂവ്മെൻറ്റ്സും കാൽ വിരലുകൾക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൈകൾ രണ്ടും നമ്മുടെ അരക്കെട്ടിന് 2 വശങ്ങളിലായിട്ട് വയ്ക്കുക. കാലുകൾ രണ്ടും തോളുകളുടെ അകത്തിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ഇടത് കാല് പറ്റുന്ന അത്രയും നിങ്ങൾ മുന്നോട്ട് ഉയർത്തുക. ശ്വാസം വിടുന്ന സമയത്ത് അത് പരമാവധി മടക്കുക. വീണ്ടും ശ്വാസം എടുക്കുക, നിവർത്തുക, മടക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്രയും ചെയ്താൽ മതി. എന്നിട്ട് നിരന്തരം ചെയ്ത് നമ്മളത് ഉയർത്തി കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ശ്വാസം എടുക്കുക, ശ്വാസം വിടുമ്പോൾ പിറകിലേക്ക്, ശ്വാസം എടുത്ത് മുകളിലേക്ക്. ഇങ്ങനെ ഒരു കാലിൽ നമ്മൾ 5 തവണ ചെയ്യുക. അതിന് ശേഷം അത് അവിടെ വെച്ചിട്ട് വലത് കാല് ഉയർത്തുക, ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മടക്കുക, അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുമ്പോൾ മടക്കുക. അങ്ങനെ വലത് കാലിലും 5 തവണ ചെയ്യുക. അത് കഴിഞ്ഞാൽ നേരെ മുന്നോട്ട് തന്നെ നോക്കുക. നട്ടല് നിവർത്തി തന്നെ പിടിക്കുക, വളഞ്ഞ് പിടിക്കരുത്. നിവർത്തി തന്നെ പിടിച്ചിട്ട് കാലിൻ്റെ മുട്ടുകളിൽ കൈ വയ്ക്കുക, മുന്നോട്ട് നോക്കുക. എന്നിട്ട് കാലിൻ്റെ മുട്ടുകൾ ഇരുവശങ്ങളിലേക്ക് പുറത്തേക്ക് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരത്തക്ക രീതിയിൽ കറക്കുക. അപ്പോൾ കാൽപാദങ്ങൾ മുന്നോട്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ വയ്ക്കുക, മുന്നോട്ട് നോക്കുക, പുറത്തേക്ക് കറക്കുക. ഇങ്ങനെ ഒരു 5 തവണ ചെയ്യുക, മുന്നോട്ട് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും താഴ്ന്ന് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇത്രയും ചെയ്യാൻ സാധിക്കുന്നുള്ളെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ നിരന്തരം ചെയ്ത് പരമാവധി അമർന്ന് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വരിക. തിരിച്ച് അകത്തേക്കും ചെയ്യുക. 5 തവണ പുറത്തേക്ക് ചെയ്യുക, അതുപോലെ തന്നെ തിരിച്ച് അകത്തേക്കും ചെയ്യുക. ഇതും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ചെയ്യുക. അങ്ങനെ പരമാവധി അമർന്ന് ചെയ്യുക. ഇങ്ങനെ 5 തവണ പുറത്തേക്കും 5 തവണ അകത്തേക്കും നമ്മൾ കാലുകൾ കറക്കുക. ഇനി അടുത്തത് കാലുകൾ ഇതുപോലെ തന്നെ തോളിൻ്റെ അകലത്തിൽ വെച്ച് നിൽക്കുക. 2 കൈകളും നമ്മുടെ തോളുകൾക്ക് നേരെ സമാന്തരമായിട്ട് മുന്നോട്ട് നീട്ടി പിടിക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എത്രയാണോ നമുക്ക് പറ്റുന്നത് അത്രയും അമർന്ന് താഴേക്ക് ഇരിക്കുക. ശ്വാസം എടുത്തിട്ട് എണീക്കുക. നട്ടല് നിവർത്തി വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇരിക്കുക, എണീക്കുക. ഇത് നമുക്ക് ഒരു 5 തവണ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ വ്യായാമങ്ങൾ നമ്മുടെ കാലിൻ്റെ മുട്ടുകളുടെ വ്യായാമത്തോടൊപ്പം തന്നെ കാൽ തുടകളുടെ മസിൽസും നമ്മുടെ കാഫ് മസിൽസും എല്ലാം സ്ട്രോങ് ആക്കുന്നതിന്, അതിനെയൊക്കെ ഒരു ലാഘവത്ത് ഉണ്ടാക്കിയെടുക്കാനും കൂടുതൽ കരുത്താക്കി എടുക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ കാൽപാദങ്ങളുടെ ഈ ജോയിൻറ്റിന്, അതായത് ആങ്കിൾ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ കാൽ വിരലുകളുടെ സന്ധികൾക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാലുകൾ രണ്ടും നമ്മുടെ തോളുകളുടെ അകലത്തിൽ വയ്ക്കുക. അതിനുശേഷം കൈ രണ്ടും അരക്കെട്ടിൽ വയ്ക്കുക, 2 വശങ്ങളിലായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇടത് കാല് നമ്മൾ പറ്റുന്ന അത്രയും നമ്മളെ കൊണ്ട് എത്രയാണോ മുന്നോട്ട് ഉയർത്താൻ സാധിക്കുന്നത് അത്ര ഉയർത്തി വയ്ക്കുക. എന്നിട്ട് കാലിൻ്റെ വിരലുകൾ നന്നായിട്ട് മടക്കുക, പരമാവധി നിവർത്തുക. അങ്ങനെ ഒരു 5 തവണ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. മുന്നോട്ട് മടക്കുക, പരമാവധി നിവർത്തുക. ഇത്രയും ചെയ്യുക, 5 തവണ ചെയ്യുക. അതിനുശേഷം കാൽപാദം പരമാവധി മുന്നോട്ട് വലിച്ചു പിടിക്കുക, പരമാവധി പിറകിലേക്ക്, മുന്നോട്ട് പിറകിലേക്ക്. ഇങ്ങനെ ഒരു 5 തവണ മുന്നോട്ടും പിറകിലേക്കും ചെയ്യുക. പിന്നെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും കറക്കുക. കാലിൻ്റെ പാദങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇടതുവശത്ത് തുടങ്ങി വലതുവശത്തേക്ക് കറങ്ങി തിരിച്ചു വരുന്ന രീതിയിൽ 5 തവണ ചെയ്യുക. അതുപോലെ ഓപ്പോസിറ്റ് മറുവശത്തേക്കും ചെയ്യുക, 5 തവണ ചെയ്യുക. വലത് കാലിലും ഇത് തന്നെ ചെയ്യാം. നമ്മൾ
ഇടത് കാലിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക. വലത് കാൽ പറ്റുന്നത്ര ഉയർത്തുക. വിരലുകൾ നന്നായിട്ട് മടക്കുക. ഒരു 5 തവണ മടക്കം നിവർത്തുകയും ചെയ്യുക. കാൽപാദം മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. മുന്നോട്ട് നല്ലോണം വലിക്കുക. പുറകിലേക്ക് നന്നായിട്ട് വലിക്കുക. അതിനുശേഷം കാലിൻ്റെ പാദം റൊട്ടേറ്റ് ചെയ്യുക. വലതുവശത്തേക്കും ചെയ്യുക. അത് 5 തവണ കഴിഞ്ഞാൽ ഇടതുവശത്തേക്കും ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ശിഥിലീകരണ വ്യായാമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഏറ്റവും ലളിതമായിട്ടുള്ള ഏതൊരാൾക്കും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണെങ്കിൽ പോലും ചെയ്യാവുന്ന രീതിയിലുള്ള ലളിതമായിട്ടുള്ള ശിഥിലീകരണ വ്യായാമങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഇപ്പം നമ്മൾ മുമ്പുള്ള വീഡിയോകളിലായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ, അതുപോലെ കൈകളുടെ, തോളുകളുടെ, നട്ടലിൻ്റെ, നമ്മുടെ ഹിപ്പ് ജോയിൻറ്റുകളുടെ, അതുപോലെ കാൽമുട്ടുകൾ, കാൽപാദങ്ങളെല്ലാം എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യോഗയിലേക്ക് കടന്ന് വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആസനങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇത് നമ്മൾ ചെയ്യണം. ഇനിയിപ്പോൾ ആസനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും കുറച്ച് കാലം നിരന്തരമായിട്ട് നമ്മൾ ഈ ശിഥിലീകരണ വ്യായാമങ്ങളും അതുപോലെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ശ്വസന വ്യായാമങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഗുണം നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം അനുഭവിച്ചറിയാൻ തന്നെ സാധിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ചെയ്യുക. തുടർന്ന് നമ്മുടെ യോഗ ആസനങ്ങൾ ചെയ്തു തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യും. തീർച്ചയായിട്ടും അതുകൂടി കാണുക. നന്ദി, നമസ്കാരം.